ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പരിശോധിച്ച് നോക്കാം. ഇന്നലെ 25,407 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് പ്രതീക്ഷിച്ച പോലെ ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് 25,402 എന്ന ലെവലിൽ ആണ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നമ്മുടെ സപ്പോർട്ട് ലെവലിലോട്ട് കൃത്യമായും വന്നു. അവിടെ നിന്ന് 1 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഒരു അപ്പ് മൂവ് പ്രതീക്ഷിക്കാം. എന്നാൽ ഇത്തരത്തിലൊരു ചെറിയ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോലും ഒരു റിവേഴ്സൽ ഇന്നലത്തെ ക്ലോസിംഗിൻ്റെ അടുത്തോട്ട് കിട്ടുമ്പോൾ അവിടെ ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുത്തുകൊണ്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. എന്നാൽ പുതിയ ലോ തരികയായിരുന്നെങ്കിൽ ഡൗൺവേർഡ് പ്രൈസ് പോയേനെ. എന്നാൽ പുതിയ ലോ തരുന്നിരുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ രണ്ട് വിധത്തിൽ ട്രേഡ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഒന്ന്, ഈ ലെവലിലോട്ട് കയറി ചെല്ലുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് ഉപയോഗിച്ച് ഇവിടെ നിന്ന് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ കഴിയുമായിരുന്നു. ഇവിടെ നിന്ന് സെല്ല് ചെയ്യാൻ കഴിയുമായിരുന്നു. കാര്യം ചെറിയ മൂവ്മെന്റ് ആണെന്ന് കാണുമെങ്കിലും ഇത് ഏതാണ്ട് 20ലധികം പോയിന്റിന്റെ മൂവ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ATM ഓപ്ഷനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു 8 പോയിന്റ് 10 പോയിന്റിന്റെ പ്രോഫിറ്റ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, കൃത്യമായി ട്രേഡ് ചെയ്യുന്നവർക്ക് മാത്രം. ഓക്കെ, എന്തായിരുന്നാലും ഇവിടെ ക്യാൻഡിൽ പാറ്റേൺ തന്ന സജ്ഞ ഒരു അപ്പ് മൂവിൻ്റെതാണ്. ഇവിടെ ഈ തരത്തിലൊരു അപ്പ് മൂവ് തന്നതിന് ശേഷം വീണ്ടും വന്ന ലോ ബ്രേക്ക് ചെയ്യാതെ, ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ വീണ്ടും ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞവർക്ക് ഒരു കോൾ ഓപ്ഷൻ അവിടെ നിന്നും ബൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഹൈ ആണെങ്കിൽ, അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണെങ്കിലും തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ പ്രൈസ് പോയിരുന്നു. നമ്മൾ രേഖപ്പെടുത്തിയ 25,446 എന്ന് പറയുന്ന ആൾ ടൈം ഹൈ എന്ന് പറയുന്ന ലെവൽ ഇവിടെ ഉണ്ടായിരുന്നു. അതിനടുക്ക് എത്തുമ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവർക്ക് വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ഡേയ്സ് ലോ അതല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിൽ മൂവ് ചെയ്യുന്ന കണ്ടപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തപ്പോൾ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാമായിരുന്നു. ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഓക്കെ, അങ്ങനെയെങ്കിൽ അവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും പ്രൈസ് അപ്വേർഡ് പോകുന്നതാണ് കണ്ടത്. അതിനു മുകളിലും നമ്മൾ കൃത്യമായ ലെവൽ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് വീണ്ടും വന്ന് ഇവിടെ ബുക്ക് ചെയ്തവർക്ക് ഈ ലെവലിൽ നിന്ന് വീണ്ടും ഒരു ബൈ ചാൻസും കൂടെ തന്നു. എങ്കിൽ പോലും ഡേയ്സ് ലോ അല്ലെങ്കിൽ ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് എൻ്റർ ചെയ്തവർക്ക് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെങ്കിൽ പോലും അതിന് മുകളിലോട്ട് കിടക്കുകയോ അപ്വേർഡ് വീണ്ടും പോവുകയോ ചെയ്തിരുന്നില്ല. ഈ ഏരിയ സാമാന്യം നല്ല കൺസോൾട്ടേഷൻ ആയിരുന്നു. ന്യൂസ് ബേസ്ഡ് ആണ് ഈ മൂവ്. ഇത് എല്ലാവർക്കും തന്നെ അത്യാവശ്യം മാർക്കറ്റ് ശ്രദ്ധിക്കുകയും വാർത്തകളെ അറിയുന്നവർക്ക് അത്തരത്തിലൊരു എക്സ്പെക്ടേഷനിൽ നിൽക്കാൻ കഴിയുന്നതാണ്. ഇവിടെ കൺസോൾട്ടേഷൻ ആണ്. ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഡൗൺ സൈഡ് പോരുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഇവിടെ നിന്നും ബ്രേക്ക് ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു എൻട്രി എടുക്കാൻ കഴിഞ്ഞിരുന്നു. ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആക്കാനും കഴിഞ്ഞിരുന്നു. ആ മൂവ് കൃത്യമായും ഒരു 200ഓളം പോയിന്റിന്റെ ഡൗൺവേർഡ് ഡയറക്ഷനാണ് നൽകിയത്. സാമാന്യം നല്ല പ്രോഫിറ്റ് അത്തരത്തിൽ ഒരു പ്രതീക്ഷയോടെ നിന്നിരുന്നവർക്ക് ട്രേഡിൽ എൻ്റർ ആകാൻ കഴിഞ്ഞവർക്ക് നല്ല ഒരു ട്രേഡ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൃത്യമായും രേഖപ്പെടുത്തിയിരുന്ന സപ്പോർട്ട് ലെവലിൽ നിന്ന് വീണ്ടും അപ്വേർഡ് മൂവ് തന്നെങ്കിലും ഈ നമ്മുടെ പ്രധാന സപ്പോർട്ട് ലെവലിൽ എത്തി വീണ്ടും സെല്ലിംഗ് തന്നെ വന്നു. അവിടെയും സപ്പോർട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ മൂവ് കൃത്യമായും എൻ്റർ ആവാൻ കഴിഞ്ഞവരുണ്ടാകാം. ഇതെല്ലാം ട്രേഡബിൾ തന്നെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അത് അത്ര വിശ്വാസയോഗ്യമായി തോന്നുകയില്ല. എന്നാൽ ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ കൃത്യമായും ഈ ലെവലുകളിൽ നിന്നെല്ലാം ട്രേഡ് എടുത്തിരുന്നു. അതിൻ്റെ എല്ലാം P&L എനിക്ക് നൽകിയിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഭിച്ച ആകെയുള്ള മൂവ്മെന്റുകൾ. അത്രയും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പ്രൈസ് മൂവ്മെന്റിനെ അത്രയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് വ്യക്തമായ ട്രേഡിംഗ് ചാൻസുകളാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നിരുന്ന ചെറിയ മൂവ്മെന്റുകളെ ഓരോ ദിവസവും വളരെ കുറഞ്ഞ പോയിന്റ് മൂവ്മെന്റ് തന്നിരുന്നത്. എന്നാൽ അതിനെ ഒറ്റയടിക്ക് കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവാണ് ഇന്ന് ആഫ്റ്റർനൂൺ സെഷനിൽ ഉണ്ടായത്. അപ്പോൾ ഇന്ന് രേഖപ്പെടുത്തിയ ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിച്ച് നോക്കാം. 25,329 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 25,467 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിക്കും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ഒരു മൈനർ റെസിസ്റ്റൻസ് ലെവൽ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ, അത് ഇന്നത്തെ ഡേയ്സ് ലോയാണ്. അത് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാവുന്നതാണ്. കാര്യം നമുക്ക് ലഭിക്കേണ്ട ടാർഗറ്റ് 25,467 എന്ന ലെവലാണെങ്കിൽ പോലും
ഈ മൈനർ റെസിസ്റ്റൻസുകൾ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും കിട്ടുന്ന ഡിക്ലൈൻ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ പ്രധാന സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ ഈ ലെവൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് പോയേക്കാം. എന്നാൽ ഇതുവരെ രേഖപ്പെടുത്തിയ ഓൾ ടൈം ഹൈക്ക് മുകളിൽ കടക്കുകയാണെങ്കിൽ മാത്രമാണ് നിഫ്റ്റിക്ക് അപ്വേർഡ് ഡയറക്ഷൻ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെയെങ്കിൽ തുടർന്ന് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നവ. അത് 25,519, 551, 600 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്തിനും നാളത്തെ ഓപ്പണിംഗ് മൂവ്മെന്റും നിഫ്റ്റിയെ സംബന്ധിച്ച് കറക്ഷൻ ആണോ അതോ വീണ്ടും ഫർദർ അപ്പ് പോവുകയാണോ എന്നുള്ള ഒരു തീരുമാനം ലഭിക്കുന്നതിനുള്ളതായിരിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം സെല്ലിംഗ് ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ വീണ്ടും പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് പ്രൈസ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ ലെവലിന് താഴെയെല്ലാം പ്രൈസ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അല്പം കൂടി ഡിക്ലൈൻ ആയേക്കാം എന്നാണ് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റ് ലെവലുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്നത്. 25,244, 198, 131, 25,071, 25,022 എന്നിങ്ങനെയുള്ള ലെവലുകളാണ് പ്രധാനമായുള്ളത്. 25,022 ആണ്. അതിന് താഴോട്ട് പ്രൈസ് മൂവ് ചെയ്താൽ 24,937, 863, 807 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്, കാണാമെന്നാണ് കരുതുന്നത്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കണം നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 52,623 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രൈസ് അപ്പോഴും തന്നെ പോവുകയാണ് എങ്കിൽ 53,092 എന്ന ലെവലാണ് ഞാൻ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന രീതിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനിടയിൽ ചെറിയ മൈനർ റെസിസ്റ്റൻസുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നല്ല മൂവ്മെന്റ് ലഭിക്കുന്നതായതുകൊണ്ട് ഒരു 900 പോയിന്റ് ഒക്കെ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്ന ഇൻഡെക്സ് ആണ് ബാങ്ക് നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് 1 മിനിറ്റ് 3 മിനിറ്റ് എന്നുള്ളതിന് പകരം 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. ഈ ടാർഗറ്റാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് എങ്കിൽ പോലും ഈ മൈനർ റെസിസ്റ്റൻസിന് ഈ ലെവലിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം അതല്ലെങ്കിൽ ഈ ഡേയ്സ് ഹൈക്ക് ഇന്നത്തെ ഡേയ്സ് ഹൈക്ക് മുകളിൽ ഒരു പ്രൈസ് കടന്നതിന് ശേഷം ഡൗൺവേർഡ് വരികയാണെങ്കിൽ പോലും ഡേയ്സ് ലോ ബ്രേക്ക് ചെയ്യാതെ അപ്പോൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുകയും ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോയേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 53,092, 204, 358, 494 എന്നിങ്ങനെയുള്ള ലെവലുകൾ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതിരിക്കുകയും ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുകയും ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ഹൈ ആയിരിക്കും അപ്പോഴത്തെ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വീണ്ടും പ്രൈസ് മൂവ് ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ 52,449, 52,261 എന്നിങ്ങനെയുള്ള ടാർഗറ്റുകളും ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രധാന ടാർഗറ്റ് ഈ ലെവലിന് താഴോട്ട് പോകാൻ പ്രധാനമായും ലഭിക്കാവുന്ന ഒരു ടാർഗറ്റാണ് 52,261 എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇതാണ് ബാങ്ക് നിഫ്റ്റിയിലെ നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാൻ. അടുത്തതായി സെൻസെക്സിൽ എന്താണ് നമ്മുടെ ലെവലുകൾ എന്ന് പരിശോധിക്കാം. 82,795 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് എന്ന രീതിക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 83,272 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് എന്ന ലെവലിലും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ ചെറിയ റെസിസ്റ്റൻസ് ലെവലുകൾ 83,098, 83,203 എന്നിങ്ങനെയുള്ള ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ
കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സിലോ അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇതാണെങ്കിൽ പോലും 83,272 എന്ന ലെവലാണെങ്കിൽ പോലും ഈ ലെവലുകൾ പ്രധാനമായും നമ്മൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള മൈനർ റെസിസ്റ്റൻസ് ലെവലുകൾ, ഈ ലെവൽ 83,098 എന്നതിന് മുകളിൽ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആയതിനു ശേഷം വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുകയാണെങ്കിൽ ഡേയ്സ് ലോ ഡൗൺവേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്യാവുന്നതാണ്. ഡേയ്സ് ലോ ആയിരിക്കും അപ്പോഴത്തെ സ്റ്റോപ്പ് ലോസ്. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിന് മുകളിലോട്ട് കിടക്കുകയാണെങ്കിൽ പ്രൈസ് ഈ ലെവൽ ടെസ്റ്റ് ചെയ്യാമെന്നും അത്തരത്തിൽ റിപ്പീറ്റഡ് ആയി ടു ആൻഡ് ഫ്രോ മോഷനിൽ അപ്വേർഡ് ഡയറക്ഷൻ തന്നെ തരുന്നു എന്ന് ഫീൽ ചെയ്താൽ ഇന്നത്തെ ഡേയ്സ് ഹൈ, അതായത് എവർ ടൈം ഹൈ ആണിത്, അതിന് മുകളിലോട്ട് പ്രൈസ് കടന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ സഞ്ചരിച്ചേക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ: 83,423, 83,564, 708, 848 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അത് നാളെ ഒരു പുതിയ എവർ ടൈം ഹൈ തരികയാണെങ്കിൽ മാത്രമാണ് ആ ലെവലുകളിലോട്ട് ഹൈ തരികയും അത്തരത്തിലൊരു ക്ലോസിംഗ് ലഭിക്കുകയും ചെയ്താൽ മാത്രമാണ് അത്തരത്തിലുള്ള ടാർഗറ്റുകൾ ലഭിക്കാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണിൽ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. അതായത് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഹോൾഡ് ചെയ്യാമെന്ന് അർത്ഥം. ആദ്യം ലഭിക്കേണ്ടുന്ന ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെ ലഭിച്ചാൽ വീണ്ടും കിട്ടുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ അപ്വേർഡ് ബ്രേക്ക് ചെയ്യാതെ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യാൻ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്യും. ഡേയ്സ് ഹൈ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി പരിഗണിക്കും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ ആണ്. എന്നാൽ അതിന് താഴോട്ട് വരികയാണെങ്കിൽ, അതായത് 82,698 എന്ന ഇന്നത്തെ ലോയ്ക്ക് താഴോട്ട് ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് വീണ്ടും ഡൗൺവേർഡ് വന്നേക്കാമെന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് 82,507, 366, 82,197, 81,984, 81,765 എന്നിങ്ങനെയുള്ള ലെവലുകൾ. അതിൽ ഈ 81,765 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ടായിട്ടാണ് കാണുന്നത്. അതിന് താഴോട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും പ്രൈസ് ഡിക്ലൈൻ ആകും എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ വന്നാൽ 81,417, 81,148, 891, 80,891 എന്നിങ്ങനെയുള്ള ലെവലുകളും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം ഒറ്റയടിക്ക് തന്നെ സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ടു ആൻഡ് ഫ്രോ മോഷനിൽ പ്രൈസ് വീണ്ടും അപ്വേർഡ് പോകുന്നില്ലെങ്കിൽ ഡിക്ലൈൻ സൂചിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ടാർഗറ്റുകൾ ലഭിച്ചേക്കാം എന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 ഇൻഡെക്സുകളുടെയും നാളത്തേക്കുള്ള ട്രേഡിംഗ് പ്ലാനും ലെവലുകളും. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. ഞാൻ ഇതിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് തയ്യാറാക്കുന്ന ട്രേഡിംഗ് പ്ലാനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. എന്നാൽ റിസ്ക് പൂർണ്ണമായും നിങ്ങളുടേതാണ്. എനിക്ക് യാതൊരു ഉത്തരവാദിത്വങ്ങളും ഇല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾ സ്ഥിരമായി നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കടന്നു വരുന്നവർ തീർച്ചയായും ഗുണകരമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ അത്തരത്തിലുള്ളവരുടെയും ലൈക്കും കമൻറ്റും സുഹൃത്തുക്കൾക്കായി ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നാളെയും നല്ല മൂവ്മെൻറ്റ് എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവട്ടെ. എല്ലാവർക്കും കൃത്യമായി ട്രേഡിംഗ് പൊസിഷനുകൾ തിരിച്ചറിയാനും നല്ല ട്രേഡുകൾ ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാകാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.